എങ്ങോട്ടാ രാവിലെ തന്നെ? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. വാതിൽ പൂട്ടിയിരിക്കുന്ന കണ്ടു. നേരത്തെ ഇറങ്ങിയല്ലേ? അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പൂട്ടൽ. ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടിയാ ഇങ്ങി പോകുന്നത്. എങ്കിലത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും. സത്യം പറയാലോ, ഇന്നുവരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നിട്ടേ ഉള്ളൂ. അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ. ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ? ഇല്ല, ഒന്നേ ഒന്ന് മാത്രം. ഇൻഫീരിയർ ടു എവരിബഡി. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. ആർക്കു വേണ്ടി ഞാനിനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരവസ്ഥ വല്ലാത്ത ഒന്നാണ്. രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. വ്യക്തിപരമായി ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ കുഴപ്പം. ഞാൻ വെറുതെ പറയുകയല്ല. തനിച്ചാന്ന് കരുതുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ? എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. प्लास्टिक बकेट, प्लास्टिक सामान मांग रहे हो? प्लास्टिक सामान, प्लास्टिक बकेट, प्लास्टिक सामान मांग रहे हो? सामान, प्लास्टिक बकेट, प्लास्टिक। अम्मे, अम्मे. അമ്മ കുളിക്കാണ്. ആദ്യം ഈ മീനെ കൊണ്ടുവച്ചേ, വെള്ളത്തിലിട്ടെ. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? ഇത് നിങ്ങൾക്കല്ല, ഞാനിന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കൊണ്ടുവച്ചിട്ടോ, മുതലാളിക്ക് കണക്ക് തരണ്ടേ. ഏത് മുതലാളി? കൊണ്ടുവച്ചിട്ട് വന്നേ. അതെ, എന്നെയാണോ മുതലാളി എന്ന് വിളിച്ചത്? സംശയം എന്താ? മുതലാളിയല്ല, ഫൈനാൻസർ, ബ്ലേഡ്. എന്റെ ബിസിനസ് മോശമല്ലായിരുന്നു, പക്ഷെ ഇത് ടഫ് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണെന്ന് മനസ്സിലായി. ലാഭത്തിൽ ഇത്തിരി നഷ്ടം വന്നെങ്കിലും സ്വല്പം വില കുറച്ച് വിറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ വരവ് അങ്ങോട്ട് ഏൽപ്പിക്കാം. ഒന്നും വേണ്ട, ധൃതിയില്ല, പിന്നെ തന്നാ മതി. എന്റെ ഇരുന്ന ചെലവായി പോവും. അങ്ങനെ ചെലവായി പറ്റില്ലല്ലോ. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ഇതില് മാത്രമല്ല, എല്ലാറ്റിനും വഴക്ക് പറയാൻ, ശാസിക്കാൻ, നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവുമെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. സ്വന്തം വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരത്താണി. മേലപ്പടി മണ്ണും പൊടിയാ. ഞാനൊന്ന് കുളിക്കട്ടെ. മീൻകറി നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കണം. ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ. ചിലപ്പോൾ അവനൊരു ചേടിയാണെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താണ്. നമ്മുടെ നീക്കങ്ങൾ അപ്പോഴപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞേക്കും. അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അതേ ഉള്ളൂ വഴി. അതേ ഉള്ളൂ വഴി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാളെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞ് അന്ന് ഞങ്ങൾ അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സമരം ചെയ്യണോ എന്ന് അന്നേ ഞങ്ങൾ ആലോചിച്ചതാ. പക്ഷെ മറ്റു തൊഴിലാളികളുടെ സപ്പോർട്ടും കിട്ടാനും മാത്രം ഞങ്ങൾക്ക് സർവീസ് ഇല്ലാതായിപ്പോയി. ഇതങ്ങനെയല്ലല്ലോ കേസ്. രാധ കാരണമൊന്നും ചോദിച്ചില്ലേ? വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യട്ടോ? അയ്യോ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. വേണം, കുഴപ്പം വേണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് ഒരു കുഴപ്പം വേണം. നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കില്ല. എന്തായാലും ഞാൻ 4 കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. അതൊന്നും വേണ്ട പ്ലീസ്, എന്നെ ആരും തടയരുത്. നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. പ്ലീസ് പ്ലീസ്. നീ എങ്ങോട്ടാ?
രാധയെ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിന്? അത് അയാളോട് അന്വേഷിക്കാൻ പോവാ. അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ആയി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെന്നോ? അതെ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ആണ് ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ത് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്. എന്നിട്ട് എന്തായി? യു ടു ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല.